നമസ്കാരം. എല്ലാ തവണയും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അവിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണയും പതിവിന് വിപരീതമായിട്ടൊന്നുമല്ല നടക്കുന്നത്, പതിപോലെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJPയും കോൺഗ്രസും CPMകാരൊക്കെയാണ് ഇരകളാക്കപ്പെട്ടത് എങ്കിൽ ഇത്തവണ അവരിൽ ചിലർ അതിനുള്ള തിരിച്ചടിയായിട്ട് പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത് BJPക്കാരുടെ തന്നെയാണ്. ഇവിടെയുള്ള സംഖ്യകളുടെ പ്രതികരണം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ചില മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയായിട്ട് കൊടുക്കുന്നു. അവിടെ തൃണമൂലുകാരെ ഓടിച്ചിട്ട് BJPക്കാർ തല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് ഇതുപോലെ അക്രമം നേരിടേണ്ടി വന്നപ്പോൾ നിങ്ങൾ അത് ആൾക്കൂട്ടം ജനക്കൂട്ടം ഓടിച്ചു എന്ന തരത്തിലാണ് കൊടുത്തത്, മറിച്ച് തൃണമൂലുകാർ ഓടിച്ചതായിട്ടല്ല കൊടുത്തത്. അതുപോലെ തന്നെ കണ്ടാൽ മതി, ഇതിനെയും ജനക്കൂട്ടം ഓടിച്ചായിട്ട് കണ്ടാൽ മതി, അല്ലാതെ BJPക്കാർ ഓടിച്ചായിട്ട് കണ്ടാൽ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നുണ്ട് ഇവിടുത്തെ മുഖ്യധാര മാപ്രകളെ. ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കേണ്ട ഒരു പക്ഷേ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കാം, അത് മറന്നിരിക്കുകയായിരിക്കാം. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനലിലെ ഒരു മാധ്യമപ്രവർത്തക PR പ്രവീണ എന്ന ഒരു മാധ്യമപ്രവർത്തകയായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു യുവതി അന്ന് ഒരു വല്ലാത്ത വൃത്തികെട്ട പ്രതികരണം നടത്തിയിരുന്നു. അതൊന്ന് കേട്ടു നോക്കൂ. ഹലോ, ഏഷ്യാനെറ്റ് ന്യൂസ് ആണല്ലോ ട്രിവാൻഡ്രം? അതെ. ഞാൻ കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ വിളിച്ചത് ഈ ബംഗാളിലെ ന്യൂസ് റിപ്പോർട്ട്സും അവിടുത്തെ വീഡിയോസും ഒന്നും എന്താ നിങ്ങളൊന്നും കാണിക്കാത്തത്? മനഃപൂർവ്വം കൊടുക്കാത്തതാ. ഇവിടെ കോവിഡ് മാത്രമല്ലേ ഉള്ളൂ. കോവിഡ് മാത്രമേ നമ്മുടെ മുന്നില് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ അയൽക്കാരും ഒക്കെ പറഞ്ഞു വീണ് മരിക്കുകയും അവരടക്കം സ്ഥലമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഈ ബംഗാളിൽ വല്ലവനും മറ്റേ സംഘിക്കാർക്ക് അടികൊണ്ടതിന് നമ്മൾ ഇവിടെ കിടന്ന് ബളം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ ജനങ്ങള് ഇന്ത്യൻസ് അല്ലേ? ഇല്ല ഇന്ത്യയിലല്ല, അവര് പാകിസ്ഥാനിലെയാ. ഞങ്ങൾക്ക് ഇപ്പൊ ഈ വാർത്ത കൊടുക്കാനേ സമയമുള്ളൂ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി. നിങ്ങൾ പിന്നെ ന്യൂസ് ചാനൽ ഈ മാധ്യമപ്രവർത്തകരോട് അടക്കമുള്ളവരോട് പറയാനുള്ളത്, അന്ന് ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് BJPക്കാരാണ്. അവർ അങ്ങനെ ചത്തോട്ടെ, കൊല്ലപ്പെട്ടോട്ടെ, അടികെട്ടിക്കോട്ടെ, അതിനെന്താണ്, ഇവിടെ കോവിഡാണ് മുഖ്യം എന്ന തരത്തിലൊക്കെ പ്രതികരിച്ച അതേ മാധ്യമപ്രവർത്തകയും സമാനമായിട്ടുള്ള മാധ്യമപ്രവർത്തകരും ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ അഥവാ അവിടുത്തെ BJPക്കാർ ഓടിച്ചിട്ട് തൃണമൂലുകാരെ തല്ലുന്നുണ്ടെങ്കിൽ ഇതിനെയും ആ കൂട്ടത്തിൽ തന്നെ വരവ് വെച്ചാൽ മതി. അല്ലാതെ ഇരവാദവും കൊണ്ട് ഇറങ്ങണ്ട. അത്തരം കാര്യങ്ങൾ ചിലവാകുന്ന കാലം കടന്നുപോയി എന്നോർക്കുക. കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ ഇതുവരെ കടന്നു പോയിട്ടില്ല എന്ന് എല്ലാവരും ഓർത്താൽ നന്നായിരിക്കും. അത് ഏത് മാപ്രയ്ക്കും ബാധകമാണ്. ഹലോ, ഏഷ്യാനെറ്റ് ന്യൂസ് ആണല്ലോ ട്രിവാൻഡ്രം? അതെ. ഞാൻ കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ വിളിച്ചത് ഈ ബംഗാളിലെ ന്യൂസ് റിപ്പോർട്ട്സും അവിടുത്തെ വീഡിയോസും ഒന്നും എന്താ നിങ്ങളൊന്നും കാണിക്കാത്തത്? മനഃപൂർവ്വം കൊടുക്കാത്തതാ. ഇവിടെ കോവിഡ് മാത്രമല്ലേ ഉള്ളൂ. കോവിഡ് മാത്രമേ നമ്മുടെ മുന്നില് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ അയൽക്കാരും ഒക്കെ പറഞ്ഞു വീണ് മരിക്കുകയും അവരടക്കം സ്ഥലമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഈ ബംഗാളിൽ വല്ലവനും മറ്റേ സംഘിക്കാർക്ക് അടികൊണ്ടതിന് നമ്മൾ ഇവിടെ കിടന്ന് ബളം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ ജനങ്ങള് ഇന്ത്യൻസ് അല്ലേ? ഇല്ല ഇന്ത്യയിലല്ല, അവര് പാകിസ്ഥാനിലെയാ. ഞങ്ങൾക്ക് ഇപ്പൊ ഈ വാർത്ത കൊടുക്കാനേ സമയമുള്ളൂ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി. നിങ്ങൾ പിന്നെ ന്യൂസ് ചാനൽ